4 പാളികൾ കൊണ്ടാണ് ഭൂഗോളം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ക്രസ്റ്റ്, മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ എന്നിവയാണ് 4 പാളികൾ. ഭൂമുഖത്ത് എത്ര രാഷ്ട്രങ്ങളുണ്ടെന്ന് കൃത്യമായി പറയാനാകുമോ? ലക്ഷണമൊത്ത ഒരു രാഷ്ട്രസങ്കല്പം ഉണ്ടാക്കിയെടുക്കാനാവില്ല എന്ന കാരണത്താൽ തന്നെ രാഷ്ട്രങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിഘടിച്ച രാഷ്ട്രങ്ങൾ, കൂടിച്ചേർന്ന ഒന്നായ രാഷ്ട്രങ്ങൾ, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടും മറ്റു രാഷ്ട്രങ്ങളാൽ അംഗീകരിക്കപ്പെടാതെയും മറ്റു രാഷ്ട്രങ്ങളുടെ അടിമത്തത്തിൽ കഴിയുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, രാഷ്ട്രങ്ങൾക്കുള്ളിലെ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ, സ്വതന്ത്ര കോളനികളും പ്രവിശ്യകളും ഒന്നെങ്കിലും രണ്ടായി ഭരിക്കപ്പെടുന്ന രാഷ്ട്രങ്ങൾ, ഇവയൊക്കെ രാഷ്ട്രം എന്ന സങ്കല്പത്തെ സങ്കീർണമാക്കുന്നു. മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള 8 ഭൂഖണ്ഡങ്ങളാണ് നമുക്കിന്ന് ഉള്ളത്. 1 ഏഷ്യ, 2 യൂറോപ്പ്, 3 ആഫ്രിക്ക, 4 വടക്കേ അമേരിക്ക, 5 തെക്കേ അമേരിക്ക, 6 ഓസ്ട്രേലിയ, 7 ഓഷ്യാനിയ, 8 അന്റാർട്ടിക്ക. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് 197 രാജ്യങ്ങളാണ് ഇതിലെല്ലാം കൂടെ ഉള്ളതായി കണക്കാക്കപ്പെടുന്നത്. ഇവ ഏതൊക്കെയെന്നും ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി അഫ്ഗാനിസ്ഥാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആര്യന്മാരുടെ നാടായിരുന്ന ആര്യാനയ്ക്ക് വരാഹമിഹിരൻ നൽകിയ അവഗാന എന്ന പേരിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ എന്ന പദത്തിന്റെ ഉത്ഭവം. ഋഗ്വേദ മന്ത്രങ്ങൾ ഉരുത്തിരിഞ്ഞത് അഫ്ഗാൻ താഴ്വരകളിലായിരുന്നു അത്രേ. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന കാംബോജം എന്ന രാജ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഭാരത സംസ്കാരത്തെയും മധ്യേഷ്യൻ മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് അഫ്ഗാൻ മലമ്പാതകളായിരുന്നു. റഷ്യക്കും ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇടയ്ക്കുള്ള ബഫർ സ്റ്റേറ്റായി പ്രവർത്തിച്ചതും അഫ്ഗാനിസ്ഥാൻ തന്നെ. ഇറാൻ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയാണ് അയൽ രാജ്യങ്ങൾ. വടക്ക് ഏഷ്യയ്ക്കും തെക്ക് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കും ഇടയിലൂടെ ചൈന വരെ എത്തുന്ന കരഭാഗം വാഖാൻ കോറിഡോർ തന്ത്രപ്രധാനമാണ്. രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വത നിരകളാണ്. തലസ്ഥാനമായ കാബൂൾ ഇവിടെയാണ്. വടക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന ആമുദാരിയ നദി, തെക്കോട്ടൊഴുകുന്ന ഹെൽമന്ദ് നദി എന്നിവയാണ് മുഖ്യ നദികൾ. അഫ്ഗാനിസ്ഥാനിലെ കനത്ത ഇരുമ്പയര് ഇനിയും കാര്യമായി ഖനനം ചെയ്യപ്പെട്ടിട്ടില്ല. കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനം അനുഭവപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിലെ വാർഷിക വർഷപാതം ശരാശരി 20 സെന്റിമീറ്റർ ആണ്. ജനസംഖ്യയിൽ പകുതിയോളവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന പഠാണികൾ അഥവാ പാത്താന്മാർ ആണ്. പുഷ്തു, പേർഷ്യൻ ഭാഷയായ ധാരി ഇവ സംസാരിക്കുന്ന പഠാണികൾക്ക് പുറമെ ഉസ്ബെക്ക്, തുർക്ക്മെൻ, താജിക്, ഹസാരാസ് തുടങ്ങിയ ജനവിഭാഗങ്ങളും ഉണ്ട്. ജനസംഖ്യയുടെ 99% മുസ്ലിംസ് ആണ്. അവരിൽ ഭൂരിപക്ഷവും സുന്നികൾ. ഗ്രാമീണരിൽ ഏറിയ പങ്കും കാബൂളിവാല എന്നറിയപ്പെടുന്ന നാടോടികളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ഇതുകൊണ്ട് തന്നെ ഇവിടുത്തെ 15% യുവജനങ്ങൾ ലഹരിക്ക് അടിമകളാണ്. മാതളപ്പഴം പ്രൊമാഗ്രനേറ്റ് ഉൽപാദനത്തിൽ ഏഷ്യയിൽ മുൻപന്തിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്നു. ലോകത്തിലെ 1-കിട കുങ്കുമപ്പൂ ഉൽപാദകർ കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ. ഏറെ വൈദേശിക ആക്രമണങ്ങൾക്ക് വിധേയമായ നാടാണ് അഫ്ഗാനിസ്ഥാൻ. BC 6-ാം ശതകത്തിൽ പേർഷ്യക്കാരനായ ദാരിയൂസും BC 328-ൽ മഹാനായ അലക്സാണ്ടറും AD 7-ാം ശതകത്തിൽ അറബികളും അഫ്ഗാനിസ്ഥാൻ കീഴടക്കി. അഫ്ഗാനിസ്ഥാൻ ഭരിച്ച പല മുസ്ലിം രാജാക്കന്മാരിൽ ഏറെ പ്രശസ്തർ മുഹമ്മദ് ഗസ്നിയായിരുന്നു. 1747-ൽ ഒരു ഷാ അഫ്ഗാൻ ഭരിച്ചിരുന്നു. തുടർന്ന് തന്ത്രപ്രധാനമായ ഈ പ്രദേശം കൈയടക്കാൻ ബ്രിട്ടനും റഷ്യയും നടത്തിയ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധങ്ങളെ തുടർന്ന് 1907-ൽ അഫ്ഗാനിസ്ഥാൻ എന്ന ബഫർ സ്റ്റേറ്റ്, അതായത് നിഷ്പക്ഷ രാഷ്ട്രം സ്ഥാപിതമായി. 3-ാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിനൊടുവിൽ 1919 മുതൽ 21 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്വതന്ത്ര രാഷ്ട്രമായി തീർന്ന അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ വന്ന രാജഭരണം 1973-ൽ നടന്ന ആഭ്യന്തര വിപ്ലവത്തിൽ തകരുകയും ജനാധിപത്യം സ്ഥാപിതമാവുകയും ചെയ്തു. ആ ജനകീയ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ്
1978 വധിക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയൻ ഇടപെടുകയും 1,00,000-ഓളം സൈനികരെ വിന്യസിക്കുകയും ചെയ്തു. 1983 ഡോക്ടർ നജീബുള്ള പ്രസിഡന്റായി. 1989 ജനീവ സമാധാന കരാർ അനുസരിച്ച് സോവിയറ്റ് സേന പൂർണ്ണമായി പിന്മാറി. മുജാഹിദീൻ സേന നജീബുള്ളക്കെതിരെ തിരിയുകയും 1992 ഇവർ അധികാരം പിടിച്ചെടുത്ത് പ്രൊഫസർ ബർഹാനുദ്ദീൻ ഗബ്ബാനിയെ പ്രസിഡന്റാക്കുകയും ചെയ്തു. 1994 രൂപം കണ്ട മത മൗലിക പ്രസ്ഥാനമായ താലിബാൻ 1996 സെപ്റ്റംബർ 27 പ്രസിഡന്റ് റബ്ബാനിയെ പുറത്താക്കുകയും UN സംരക്ഷണയിലായിരുന്ന ഡോക്ടർ നജീബുള്ളയെ തൂക്കിലേറ്റുകയും ചെയ്തു. താലിബാന്റെ കർശന ഭരണത്തിൻ കീഴിൽ പരസ്യമായ ചാട്ടവാറടി, കല്ലെറിഞ്ഞു കൊല്ലൽ തുടങ്ങിയ പ്രാകൃത രീതികൾ അരങ്ങുവാണ അഫ്ഗാനിൽ മനുഷ്യാവകാശ ലംഘനം ഉച്ചകോടിയിലെത്തി. അന്താരാഷ്ട്ര മതമൗലികവാദത്തിന്റെ ഗുരുവായ ഒസാമ ബിൻ ലാദൻ അഫ്ഗാൻ താവളമാക്കി മതതീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ലോക വ്യാപാര കേന്ദ്ര സമുച്ചയം ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് അമേരിക്ക അഫ്ഗാൻ ഭരണകൂടത്തിനെതിരെ തിരിയുകയും വടക്കൻ സൈന്യത്തിന്റെ സഹായത്തോടെ 2001 ഡിസംബറിൽ താലിബാൻ ഭരണത്തെ തകർത്തെറിഞ്ഞ് വിദേശവാസത്തിലായിരുന്ന ഹമീദ് കിർസായിയുടെ നേതൃത്വത്തിൽ എല്ലാ ഗോത്രവർഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഇടക്കാല സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു. 2003 ഓഗസ്റ്റിൽ 5000-ഓളം വരുന്ന സമാധാന സംരക്ഷണ സേനയുടെ നേതൃത്വം നാറ്റോ ഏറ്റെടുത്തു. 1993 സെപ്റ്റംബർ 27 നടപ്പിൽ വരുത്തിയ താൽക്കാലിക ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തലവന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമാണ്.